luckily നമ്മൾ മലയാളീസ് said to be blessed with good genetics when it comes to aging compared to ബാക്കിയുള്ളവരെ ഞാൻ പറയുന്നില്ല, അവർക്ക് വിഷമമാണ്. എന്നാലും മലയാളീസ് ജനറലി ബ്ലെസ്ഡ് ഇൻ ഹാവിങ് ഗുഡ് സ്കിൻ എന്ന് കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് സോ വെരി മച്ച് ഷുവർ അബൌട്ട് ഇറ്റ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. നമ്മുടെ ഐബ്രോസ് ആണെങ്കിൽ തിന്നിങ് ഉണ്ടാവാം, ഐബ്രോ ഹെയർ തിൻഡ് ഔട്ട് ആവാം, അത് കുറച്ച് ഡ്രൂപ്പ് ചെയ്യാൻ തുടങ്ങും. കണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹുഡ് വരാൻ തുടങ്ങും, ലൈക്ക് അതൊരു ഡ്രൂപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് വരാൻ തുടങ്ങും. നോസ് കാർട്ടിലേജ് വലുതാവും, നമ്മൾ വയസ്സാവും തോറും കാർട്ടിലേജ് ലോങ്ങർ ആവും, സോ ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചുണ്ടാണെന്നുണ്ടെങ്കിൽ അഗൈൻ വോളിയം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ പാടില്ല whether they have done something or not. So if you know that അത് ചെയ്തിട്ടുണ്ടെന്ന് ആയാൽ തന്നെ we know it's like ഒരു ബാഡ് ജോബ് done. തിരിച്ചാരെങ്കിലും ഭയങ്കര യങ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും കമന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സെപ്റ്റ് ലൈക്ക് നമ്മുടെ യങ് ബോയ്സ് വരുമ്പോൾ അവർക്ക് മീശയും തടിയും വന്നിട്ടില്ല എന്നുള്ളൊരു കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ യങ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല. അതും നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് പൊല്യൂഷൻ്റെ കാര്യവും. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നതിന് തന്നെ ഒരു തിയറി തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ ശരിയാവില്ല. ആരെങ്കിലും ക്ലിനിക്കിൽ വന്നിട്ട് ഏജിങ് പ്രോസസ് ഭയങ്കര വിഷമമായിട്ട് പറഞ്ഞു കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല വിഷമത്തിൽ വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ വല്ലൊരു ചെറിയൊരു ലൈനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൂപ്പ് ചെയ്ത് പെട്ടെന്ന് അവരുടെ ആ ഒരു ഒന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായിട്ട് പെട്ടെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മുഖം പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കരഞ്ഞിട്ടില്ല സോ ഫാർ. I don't want them to cry also. തിരിച്ചാരെങ്കിലും ഭയങ്കര യങ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും കമന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സെപ്റ്റ് ലൈക്ക് നമ്മുടെ യങ് ബോയ്സ് വരുമ്പോൾ അവർക്ക് മീശയും തടിയും വന്നിട്ടില്ല എന്നുള്ളൊരു കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ യങ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല. ഏജിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇത് എത്രമാത്രം ഏജിങ് പ്രോസസ്സിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ നമ്മൾ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും കാര്യമില്ല. ഐ വുഡ് സേ ഡയറ്റും ലൈഫ് സ്റ്റൈലാണ് ഫസ്റ്റ് തിങ് നമ്മൾ ആൻറ്റി ഏജിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. മേജർ റോള് ഉണ്ട് അതിന്. ബാഡ് ഹാബിറ്റ്സ് പാടില്ല, ആൽക്കഹോൾ ഡ്രിങ്കിങ്, ഓൾ ദോസ് തിങ്സ്. എക്സസൈസ് റെഗുലർലി, അത് കുറേ നമ്മളുടെ സ്കിൻ മാത്രമല്ല ഓവറോൾ ലൈക്ക് മസിൽസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ചേഞ്ച് വരുത്തുന്ന ഒരു കാര്യമാണ്. ബെസ്റ്റ് ആൻറ്റി ഏജിങ് വിൽ ബി റെഗുലർ എക്സസൈസ്. ഡയറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ഫാറ്റി ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമ്മൾ അഗൈൻ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദാറ്റ് വിൽ കോസ് ലോട്ട് ഓഫ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇൻസൈഡ് ദ ബോഡി. അത് ഇവൻച്വലി സ്കിന്നിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് ഏജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫ്ലമേഷൻ സെയിം തിങ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം എല്ലാം ലിങ്ക്ഡ് ആണ്. സോ ബി ഇറ്റ് എക്സസൈസ്, ബി ഇറ്റ് ഡയറ്റ്, ഇറ്റ് ഹാസ് എ വെരി മേജർ റോൾ ഇൻ ആൻറ്റി ഏജിങ്. And does genetics play a role in this? Definitely. അതുകൊണ്ട് കാരണം ജെനറ്റിക്സ് നമ്മൾ ബോൾഡിങ് ഫാമിലി ഹിസ്റ്ററി കഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് മെറ്റേണൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ മദർ സൈഡ് ഫാദർ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും അത് കിട്ടാം. പിന്നെ പെട്ടെന്ന് നമ്മൾ ലക്കിലി നമ്മൾ മലയാളീസ് said to be blessed with good genetics when it comes to aging. We age less എന്നാണ് പറയുക. Don't know what is the reason behind it, but yeah, we have good genetics when it comes to aging. Compared to ബാക്കിയുള്ളവരെ ഞാൻ പറയുന്നില്ല, അവർക്ക് വിഷമമാണ്. എന്നാലും മലയാളീസ് ജനറലി blessed in having good skin എന്ന് കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് സോ വെരി മച്ച് ഷുവർ അബൌട്ട് ഇറ്റ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. Yes, we have to. Yeah. Okay. And ഇന്ന് നമ്മളെ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ കൂടുതലും പൊല്യൂഷൻ ആൻഡ് എക്സ്പോഷർ ടു പൊല്യൂഷൻ ഇസ് മോർ. കൊച്ചിനെ പോലത്തുള്ള സ്ഥലമൊക്കെ. അപ്പൊ അതിന്റെ അതും ഏജിങ്ങുമായിട്ട് എങ്ങനെ കണക്ട് ആയിട്ട്? അതും നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് പൊല്യൂഷൻ്റെ കാര്യവും. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നതിന് തന്നെ ഒരു തിയറി തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ചീത്ത സാധനമാണ്. ആ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡി തന്നെ കുറേ എന്താണ് ഫ്രീ റാഡിക്കൽ? ഫ്രീ റാഡിക്കൽസ് എന്താ വെച്ചാൽ നമ്മുടെ സെല്ലുണ്ടല്ലോ, സെല്ല് നശിക്കും.
ഡാമേജ് ആവും. അപ്പോൾ ആ ഒരു ഡാമേജ് കോമ്പണൻസ് ആയിട്ടാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുക. നമ്മുടെ ബോഡിയിൽ കുറേ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കൂ, ഗ്ലൂട്ടത്തൈൻ ഇസ് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻ, വൈറ്റമിൻ സി ഇസ് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ഈ ഒരു ഡാമേജ് പാർട്ടിക്കിൾസ് ഈ സാധനം വേറെ സെല്ലിനെയും ബാക്കിയുള്ളതൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പം ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, അത് വന്നിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഡാമേജ് ഫെർദർ ഓൺ എ ബിഗ് ഹ്യൂമൻ ബീയിങ് ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടുള്ള ഡാമേജ് അത് പ്രിവെൻറ്റ് ചെയ്യും ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുമ്പോൾ. ഓക്കെ, അതാണ് ഫ്രീ റാഡിക്കൽസ്. സോ പൊല്യൂഷൻ കൂടുന്നതോറും നമ്മൾക്ക് പല കാരണങ്ങൾ കൂടും, ലൈക്ക് സ്ട്രെസ്സും ആസ്മ, സ്കിന്നിൽ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. അതാണ് ബേസിക്കലി പ്രോബ്ലം ഉണ്ടാക്കുന്നത്. സോ ഇൻഡയറക്ട്ലി എല്ലാം ആ ഒരു ഡാമേജ് ഉണ്ടാക്കും ഓവറോൾ. ഈ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ നമുക്കൊരു മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെന്റ് ഇല്ലാതെ അത് മാറ്റാൻ പറ്റും? ഓൾറെഡി റിങ്കിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും റിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവില്ല. അനദർ തിങ്, വല്ലാതെ ഫൈൻ ലൈൻസ് ഒക്കെയാണ്, ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെയാണ് ചെറുതായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ക്രീംസ് കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഈ റിങ്കിളിങ് ആ കാര്യങ്ങളൊക്കെ ബൊട്ടോക്സ് പോലത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. ദോസ് ആർ മിനിമലി ഇൻവേസീവ്. ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് ഒക്കെ തന്നെയാണ് യൂഷ്വലി വേണ്ടി വരാറ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും സം വർക്ക് ഹസ് ബീൻ ഡൺ, ഇതൊരു ബൊട്ടോക്സ് ഓർ ഫില്ലേഴ്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് നോട്ട് ഡൺ ബൈ എ ക്വാളിഫൈഡ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ പാടില്ല വെദർ ദേ ഹാവ് ഡൺ സംതിങ് ഓർ നോട്ട്. സോ ഇഫ് യു നോ ദാറ്റ് അത് ചെയ്തിട്ടുണ്ടെന്ന് ആയാൽ തന്നെ വി നോ ഇറ്റ്സ് ലൈക്ക് ഒരു ബാഡ് ജോബ് ഡൺ. യെസ്, ദാറ്റ്സ് വാട്ട് ഐ ആം ആസ്കിങ്. അതൊരു പ്രോപ്പർ പ്രൊഫഷണൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. And sometimes some patients like clients get addicted to doing these kind of procedures. So we should be in a state to tell no, this enough is enough എന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ some people be like എനിക്ക് ഇവിടെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഫില്ലർ ചെയ്യണം, ഫില്ലർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ട് പറയണം വേണ്ട അതിന് ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതൊന്ന് പറയണം. ആൻഡ് ഓഫ് കോഴ്സ് ചില ഇവിടെ ഉണ്ട്, കൂടുതലൊക്കെ നമുക്ക് അബ്രോഡുള്ള ആൾക്കാരാണ് ഈ പറയണ പോലെ കുറേ ബോച്ച്ഡ് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടില്ല, ഒബ്വിയസ്ലി അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഡെഫിനറ്റ്ലി വെരി ബാഡ് തിങ്. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് എ ഫില്ലർ? ഫില്ലർ എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഫിൽസ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് മെറ്റീരിയൽ വേറെ ആയിട്ട് ഉണ്ട് ഫില്ലേഴ്സിന്. മെയിൻലി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഹാൽറോണിക് ആസിഡ് ആണ്. സോ ഹാൽറോണിക് ആസിഡ് ഡിഫറെൻറ്റ് എന്താ പറയുക കൺസിസ്റ്റൻസി എന്ന് പറയാം, ചിലപ്പോൾ വെള്ളം പോലെ ആയിരിക്കും നല്ല തിക്കായിട്ടുള്ള, അത് ഓരോരോ ഡിഫറൻസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലേഴ്സ് ഉണ്ട്. സോ അത് ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് ഒട്ടിപ്പോയി എന്ന് വെച്ചോ, കുഴിഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നികന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഫില്ലർ ഇട്ടിട്ട് ഇതാക്കി വരാം. സോ ബേസിക്കലി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറേ ആ ഒരു ഹോളോനെസ്സും അല്ലെങ്കിൽ എന്താ പറയുക പല ഫാക്ടേഴ്സ് കാരണം കുറേ ഭാഗത്ത് കുറവ് ഉണ്ടാവും. അതൊക്കെ പഴയതുപോലെ റിജുവനേറ്റ് ചെയ്ത് ആ പഴയതുപോലെ അവരുടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ ആക്കുകയാണ് ഫില്ലറിനെ കൊണ്ടിട്ടുള്ള ബെനിഫിറ്റ്. അല്ലാതെ ചില ഈവൻ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അഗൈൻ വളരെ തിന്നായിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ അവരുടെ മുഖത്തിനൊരു ഭംഗി ഉണ്ടാവും. പക്ഷെ അഗൈൻ അത് ഓവറായിട്ട് ചെയ്തുള്ള ഭയങ്കര അങ്ങനെ നോട്ടിസബിൾ ആയിട്ട് ആവാതെ പക്ഷെ അവരുടെ ലുക്കിനെ നാച്ചുറലി എൻഹാൻസ് ചെയ്യുന്നതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫില്ലർ. അതിന് സൈഡ് എഫക്ട്സ് എന്തായാലും ഉണ്ട്, എല്ലാത്തിനും ഉള്ള പോലെ തന്നെ അതിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് ആസ് സച്ച് സൈഡ് എഫക്റ്റ് ഇല്ല. അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇഞ്ചക്ടർ. അപ്പം നമ്മൾ കുറേ സേഫ് സോൺസ് ഉണ്ട്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ എവിടെയാണ് കൊടുക്കണതെന്നനുസരിച്ചിട്ട് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇഞ്ചക്ടർ. ആൻഡ് ബോട്ടോക്സ് ഓക്കെ, ബോട്ടോക്സ് ബേസിക്കലി ഒരു ബ്രാൻഡ് നെയിമാണ്. ഇറ്റ്സ് ബേസിക്കലി ബോtulinum toxin. സോ അതൊരു ഒരു പ്രോട്ടീനാണ് ദാറ്റ് ബേസിക്കലി റിലാക്സസ് ദ മസിൽ.
അപ്പോൾ നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഫോർ ഹെഡ്, ഇവിടെയുള്ള ഈ ഫ്രൗൺ ലൈൻസ് ഇവിടെ 2 ഇങ്ങനെ വരില്ലേ അത്, പിന്നെ കണ്ണിൻ്റെ ഇവിടെയുള്ള ക്രോസ് ഫീറ്റ് എന്ന് പറയും, പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെയുള്ള ലൈനിന്, ചില ആൾക്കാർക്ക് ഇവിടെ താടിയുടെ താഴെ ഇങ്ങനെ ഒരു ബാൻഡ് പോലെയൊക്കെ വരും, അതിനൊക്കെ ചെയ്യാം. പിന്നെ ഓൾസോ ഇവിടെ ഈ ഭാഗത്ത് കട്ടി വെക്കും, നമ്മുടെ മസിലാണ് മെസീറ്റർ എന്ന് പറഞ്ഞ മസിൽ, ആ മസിലിൽ കട്ടി വെച്ച് ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ട് വരും, ഭയങ്കര പ്രോമിനൻ്റ് ആയിരിക്കും. ആ മസിലിനെയും നമുക്ക് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടും ഒരു വി ഷേപ്പ് ഒക്കെ കിട്ടും. ബേസിക്കലി ഈ ബോtulinum ടോക്സിൻ ഡസ് ദാറ്റ്, ഇറ്റ് റിലാക്സസ് ദ മസിൽ സോ ദാറ്റ് നമ്മൾ ആ മസിൽ അധികം യൂസ് ചെയ്യാതെ കുറച്ച് നാളത്തേക്ക് നിൽക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ റിങ്കിളിങ്ങും വെൻ ഇറ്റ് കംസ് ടു റിങ്കിൾസ്, അല്ലാതെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒതുങ്ങിയിട്ടും ഇരിക്കും. അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ബോട്ടോക്സ്. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ ഫ്യൂ മന്ത്സ് ഓൺലി, വിൽ ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ. ഡോക്ടർ ഇതിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലി അല്ലേ, കുറച്ച് നാളായി ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ഫില്ലർ ഞാനൊരു പ്രാവശ്യം ട്രയലിന് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതൊക്കെ പക്ഷെ കംപ്ലീറ്റ്ലി പോയി. ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത് മനസ്സിലാൻ പറ്റുള്ളൂ. ഐ ഹവ് ഡൺ ദാറ്റ്. പൊതുവെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ്, ഇപ്പം ബോട്ടോക്സ് ആണെങ്കിലും ഫില്ലേഴ്സ് ആണെങ്കിലും അതൊരു എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അതെ. ആൻഡ് ഹൗ എക്സ്പെൻസീവ്? ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് അത്ര ചിലവില്ലാതെയും ചെയ്യാൻ പറ്റും. മേ ബി ലൈക്ക് ദേ മൈറ്റ് റിക്വയർ ഒരു ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ അത്ര മതിയാവുമായിരിക്കും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് എന്താ പറയുക, ഈ ഫില്ലേഴ്സും ബോട്ടോക്സസും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത്തിരി എക്സ്പെൻസീവ് ആണ് ആ പ്രൊസീജിയേഴ്സ്. കാരണം അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലേസ്, ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പെർട്ടീസ് ഓഫ് ദ ഡോക്ടർ. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരിക. ഈവൻ നമുക്ക് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഡിവൈസസ് ഉണ്ട്, ലൈക്ക് ഹൈഫു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും ആൻറ്റി ഏജിങ് ആസ് സച്ച് ഹെൽപ്ഫുൾ ആണ്. മേ ബി അതൊരു 2-3 സെഷൻസ് വേണ്ടി വരും. ആൻഡ് ദെൻ അതിൻ്റെ ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നുള്ള രീതിയിൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഓൺ എ ലോങ് ടേം ദിസ് ക്യാൻ ബി ഹെൽപ്ഫുൾ വെൻ ഇറ്റ് കംസ് ടു മെയിൻറ്റെയിനിങ് ദാറ്റ് യൂത്ത്. ഏജിങ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഏജിങ് ഇസ് എ ഡീപ് ടോപ്പിക്. ഞാനിപ്പോൾ സ്കിൻ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വി ഹാവ് ഐബ്രോസ്, ഐസ്, ടീത്ത്, ലിപ്സ്, സോ മെനി തിങ്സ് കണക്റ്റഡ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഏജിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് ആയിട്ട് പറയാൻ പറ്റും? ചില കാര്യം നമുക്ക് കോമൺലി സ്കിന്നിൽ കാണുന്ന റിങ്കിൾസും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസീസ് ഓഫ് വോള്യൂം അതുണ്ടാവും, അല്ല കുറച്ചൊക്കെ സാഗിങ് ഉണ്ടാവും. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് ആണെങ്കിൽ തിന്നിങ് ഉണ്ടാവാം, ഐബ്രോ ഹെയർ തിൻഡ് ഔട്ട് ആവാം, അത് കുറച്ച് ഡ്രൂപ്പ് ചെയ്യാൻ തുടങ്ങും. കണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹുഡ് വരാൻ തുടങ്ങും, ലൈക്ക് അതൊരു ഡ്രൂപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് വരാൻ തുടങ്ങും. നോസ് കാർട്ടിലേജ് വലുതാവും, നമ്മൾ വയസ്സാകും തോറും കാർട്ടിലേജ് ലോങ്ങർ ആവും, സോ ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചുണ്ടാണെന്നുണ്ടെങ്കിൽ അഗൈൻ വോള്യൂം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ടീത്തിൻ്റെ കാര്യം ഓബ്വിയസ്ലി ഒരു ഡെന്റിസ്റ്റാണ് കൂടുതൽ എക്സ്പെർട്ടീസ്, എനിക്കതിൻ്റെ കാര്യം അറിയില്ല. പലതും, പക്ഷെ ഇത് എല്ലാം വ്യത്യാസം വരും. ഈവൻ ബോൺ റിസോർപ്ഷൻ നടക്കും, അതായത് ബോണിൻ്റെ വോള്യൂം കുറയും, പിന്നിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും, കാരണം തിൻഡ് ഔട്ട് ആവാം. അതൊക്കെ കൊണ്ടും ഫേഷ്യൽ സ്ട്രക്ചർ മൊത്തത്തിൽ മാറും. ഉള്ളിൽ ഡീപ്പായിട്ടുള്ള ഒരു ഫാറ്റ് പാഡൊക്കെ ഉണ്ട് നമുക്ക്, അതൊക്കെ താഴോട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെ പല പ്രോബ്ലംസ്. ഓവറോൾ ഫുൾ എസ്തെറ്റിക്സ് മാറും വിത്ത് ഏജിങ്. കുറേ ചേഞ്ചസ് ഉണ്ടാവും ഈച്ച് ആൻഡ് എവറി പാർട്ട്. അപ്പോൾ വിസിബിൾ സൈൻസ് ഓഫ് ഏജിങ് ഉള്ള ഒരാൾക്ക് will it be possible to reverse it? നമുക്ക് അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ഏജ് ഗ്രൂപ്പിലാണ് അവർ വരുന്നതെന്നനുസരിച്ചിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു നല്ല ഫിറ്റായിട്ടുള്ള പ്രോപ്പർ ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല വെൻ ഇറ്റ് കംസ് ടു ഏജിങ്. അവർക്ക് ചില കാര്യങ്ങൾ മാത്രമേ ട്വീക്ക് ചെയ്യേണ്ടി വരുള്ളൂ. ഒന്നും ചെയ്യാത്തൊരു 70-year-old പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വി മേ നോട്ട് ബി ഏബിൾ ടു ഡു മച്ച്. മേ ബി ഒരു പ്ലാസ്റ്റിക് സർജൻ കുഡ് ഡു മച്ച് ബെറ്റർ ജോബ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ അപ്പോൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് വളരെ കുറവായിട്ടായിരിക്കും തോന്നുക. അല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ മര്യാദയ്ക്ക് നോക്കുന്നില്ല, ഇച്ചിരിയും കൂടെ എന്താ പറയുക ചബി ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മെലിയുമ്പോഴും ചേഞ്ചസ് ഉണ്ടാവും. സോ ഇറ്റ് മൈറ്റ് ബി ലൈക്ക് നല്ലോണം ഒബീസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് വേറെ ഉണ്ടാവും. അഗൈൻ ലൂസ് സ്കിൻ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും.
സോ അല്ലാതെ റിവേഴ്സൽ എന്നുള്ള രീതിയിൽ ഈ മസിൽ ബിൽഡപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുറേ ചേഞ്ചസ് ബോഡിയിലുണ്ടാവും. ഫേസിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വോളിയം ലോസ് ഉണ്ടാകുമ്പോൾ അഗൈൻ വിൽ ഗോ ടു ഫില്ലേഴ്സ്. റിങ്കിൾസ് പെർമനൻ്റ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വി കുഡ് ഡു ബൊട്ടോക്സ് അഗൈൻ. പിന്നെ ദർ ആർ ലോട്ട് ഓഫ് ഡിവൈസസ്, മെഷീൻസ് ഉണ്ട് സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡബിൾ ചിന്നൊക്കെ ഉള്ള ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറയ്ക്കാനുള്ളതുണ്ട്. സാഗ് ചെയ്ത സ്കിന്ന് കയറ്റി ഇങ്ങനെ ഒരു ടൈറ്റനിങ് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ പല പല ഡിവൈസസ് അവൈലബിൾ ആണ്. ഒരു 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 ലെവൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അഗൈൻ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, എങ്ങനെയാണ് അവരുടെ സ്കിൻ എത്രത്തോളം ഏജ്ഡ് ആയിട്ടുണ്ട് അനുസരിച്ചിട്ടൊക്കെ കുറേയൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. ശരിക്കും ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഐഡിയൽ ഏജ് എത്രയാണ്? ഐഡിയലി പറയുകയാണെങ്കിൽ ഒരു 25 to 30 തൊട്ടിട്ട് ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഏർലി 20s ഒന്നും ആവശ്യമില്ല, സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 30s തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ആസ് സച്ച്, ക്രീംസ് വെച്ചെങ്കിലും.